ഹായ് ഓൾ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസ് 2-ലെ മാത്തമാറ്റിക്സിലെ മോഡൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഡ്രോ ആൻഡ് റൈറ്റ്. നിങ്ങളോട് വരക്കാനും എഴുതാനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വരക്കാൻ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്, കംപ്ലീറ്റ് ദി പിക്ചർ ഓഫ് ഹൗസ് ആൻഡ് കളർ ഇറ്റ്. അപ്പോൾ ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാനാണ് വീടിൻ്റെ. അപ്പോൾ നിങ്ങൾ ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആദ്യം ഇവർ വരച്ചത് നോക്കണം. ഇതിൻ്റെ സെൻറ്ററിലൂടെയാണ് ആ ലൈന് വരുന്നത്, കണ്ടില്ലേ? അതായത് 1 2 3 4 5 ഫിഫ്ത്ത് ബോക്സിൻ്റെ സെൻറ്ററിലൂടെയാണ് വരുന്നത്. ഇവിടെ ഫിഫ്ത്ത് ബോക്സിൻ്റെ സെൻറ്റർ ആണെങ്കിൽ ഇവിടെ ഫോർത്ത് ബോക്സിൻ്റെ സെൻറ്ററാണ്, ഇവിടെ തേർഡ് ബോക്സിൻ്റെ സെൻറ്ററാണ്, ഇവിടെ സെക്കൻഡ് ബോക്സിൻ്റെ സെൻറ്ററാണ്, ഇവിടെ ഫസ്റ്റ് ബോക്സിൻ്റെ ഈ ഒരു സെൻറ്ററല്ല കോർണറിലൂടെയാണ് ഈ ഒരു ലൈന് വരുന്നത്. പിന്നെ ഈ ഒരു ലൈന് വരയ്ക്കുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കണം? ഇവിടെ 1 2 3 4 ആൻഡ് ഹാഫ് ബോക്സ് ആണ് വരുന്നത്. ഇവിടെ 1 2 3 ആൻഡ് ഹാഫ് ബോക്സ് ആണ് വരുന്നത്. 1 2 ആൻഡ് ഹാഫ് ബോക്സ് ആണ് വരുന്നത്. ഇവിടെ 1 ആൻഡ് ഹാഫ് ബോക്സ് ആണ് വരുന്നത്. ഇവിടെ ഹാഫ് ആണ് വരുന്നത്. അപ്പം ഇതെന്താണ് ഷേപ്പ്? ഈ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയാങ്കിൾ ഷേപ്പാണ്. ഇനി അടുത്തത് നിങ്ങൾ ഈ ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കണം? ഇവിടെയാണത് വരയ്ക്കേണ്ടത്. അതായത് ഫസ്റ്റ് ലൈനിലല്ല, സെക്കൻഡ് ലൈനിൽ വരയ്ക്കുക. താഴേന്നും സെക്കൻഡ് ലൈനിൽ വരയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് 1 2 3 4 5 ഫിഫ്ത്ത് ലൈനിൽ വരക്കണം. പിന്നെ ഈ റെക്റ്റാങ്കിൾ വരയ്ക്കുന്ന സമയത്ത് ഇതെന്താണ്? ഇത് ഒരു റെക്റ്റാങ്കിളാണ്. ഇതുപോലെ റെക്റ്റാങ്കിളാണ് നമ്മൾ ഇവിടെയും വരയ്ക്കേണ്ടത്. ഇനി ഡോറ് വരക്കണം. ഡോറ് വരയ്ക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇങ്ങോട്ടേക്ക് ഒരു ബോക്സ്, സെക്കൻഡ് ബോക്സ്, തേർഡ് ബോക്സ്, 3 ബോക്സുകളിലാണ് വരച്ചത്. അപ്പോൾ ഇവിടെ അതുപോലെ 3 ബോക്സുകളിൽ വരയ്ക്കുക. പിന്നെ ജനലാണുള്ളത്. ജനൽ എവിടെയുള്ളത്? 1 2 3. അപ്പോൾ ഇവിടുന്ന് 1 2 3 തേർഡിൽ എന്ത് വരയ്ക്കുക? ഒരു വിൻഡോ വരയ്ക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തത് ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ്. നമുക്ക് കൗണ്ട് ചെയ്തിട്ട് എഴുതാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഷേപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഷേപ്പ്? കൗണ്ട് ആൻഡ് റൈറ്റ് ദി നമ്പേഴ്സ് ഓഫ് ഷേപ്പ്. കൗണ്ട് ആൻഡ് റൈറ്റ് ദി നമ്പേഴ്സ് ഓഫ് ഷേപ്പ്. കുറച്ച് ഷേപ്പ് തന്നിട്ടുണ്ട്. അത് എത്ര എണ്ണം ഉണ്ട് എന്ന് എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് സർക്കിൾ, അതായത് ഈ ഒരു സർക്കിൾ നമുക്ക് കൗണ്ട് ചെയ്യാം. ഈ ഒരു സർക്കിൾ കൗണ്ട് ചെയ്യാം. എത്ര എണ്ണം ഉള്ളത് നോക്കാം. 1 2 3 4 5. പിന്നെ ഈ ഒരു ഫേസ് മൊത്തം എത്രയായി? 6. പിന്നെ 7 8 9 10 11 12 13. ടോട്ടൽ 13 സർക്കിൾസ് ഉണ്ട് അല്ലേ? ഇനി അടുത്തത് നമുക്ക് എത്ര റെക്റ്റാങ്കിളാണുള്ളത് നോക്കാം. എത്ര ഉള്ളത്? ഈ വലിയ ഈ റെക്റ്റാങ്കിളിനെ നമുക്ക് ഒന്നാക്കിയിട്ടെടുക്കാം. 1. പിന്നെ അടുത്തത് ഇതിനെ നമുക്ക് 2 ആക്കിയിട്ടെടുക്കാം. അപ്പോൾ 2. ഇതെടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം അത് സ്ക്വയറാണ്. അപ്പോൾ 2 എണ്ണം ആയി. ഇനി നമുക്ക് ഏതൊക്കെ എടുക്കാം? ഏതൊക്കെ എടുക്കാൻ പറ്റുക? ഈ കഴുത്തിലുള്ളത് 3 4 5 6 7 8 9 റെക്റ്റാങ്കിൾസ് ഉണ്ട് അല്ലേ? ഓക്കെ, 9. അടുത്തത് നമുക്ക് ട്രയാങ്കിൾ എടുക്കണം. ട്രയാങ്കിൾ നമുക്ക് എങ്ങനെ എടുക്കാം? ഇത് ഒരു ട്രയാങ്കിളാണ്, ഇത് വേറൊരു ട്രയാങ്കിളാണ്, ഇതൊരു ട്രയാങ്കിളാണ്, അതുപോലെ തന്നെ ഇതും ഒരു ട്രയാങ്കിളാണ്. പിന്നെ ഇതാ ഇവിടെ ചെറിയൊരു വശം കണ്ടോ? അവിടെ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട്. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 ട്രയാങ്കിൾസാണ് വരുന്നത്. 5 ട്രയാങ്കിൾസാണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ്. നമുക്ക് നമ്പേഴ്സ് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ദി മിസ്സിംഗ് കോളം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് അവർ തന്നിട്ടുണ്ട് 10 10 10 10 10 10 എത്രയാണ്? 10 10 10 എത്രയാണ്? 10 + 10 + 10 എത്രയാണ്? 30 ആണ് അല്ലേ? പിന്നെ അതിലേക്ക് എന്ത് ആഡ് ചെയ്യണം? ഇവിടെ എത്ര 1 ഉണ്ട്? 4 1 ഉണ്ട്. 1 2 3 4. അപ്പോൾ അതിലേക്ക് എത്ര 1 ഉണ്ട്? +4. എത്രയാണ് നമുക്ക് കിട്ടുക? 30 + 4 എത്രയാണ്? 34. അതാണ് ഇവിടെ തന്നത്. ഇനി അടുത്തതാണ്
10 തന്നിട്ടുണ്ട്. പിന്നെ എത്രയാണുള്ളത്? 1 2 3 4. അപ്പം 10 പ്ലസ് 4 എത്രയാണ്? 10 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 14. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 14 ആണ് ആൻസർ. പിന്നെ അടുത്തത് ഇവിടെ നമുക്ക് 10 തന്നിട്ടുണ്ട്. 10 പ്ലസ് 10 എത്രയാണ്? 10 പ്ലസ് 10 എത്രയാണ്? ഈസ് ഈക്വൽ ടു 20. ഇനി പിന്നെ നമുക്ക് എന്താ തന്നത്? അപ്പോൾ നമുക്ക് 20 കിട്ടി. അപ്പം ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കണം. ഇതെത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. നമുക്ക് 20 നമുക്ക് ആദ്യം അറിയാം. ഫസ്റ്റ് 20 ആണെന്ന് അറിയാം. ഇത് നമുക്ക് അറിയില്ല, പക്ഷേ ഇത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിന്ന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 23 മൈനസ് 20. 23 മൈനസ് 20 എത്രയാണ്? 3. ആൻസർ എത്രയാണ്? 3. അടുത്ത് നമുക്ക് ഏതാണ് തന്നത്? സെക്കൻഡ് ബോക്സത്തും മൂന്നാമത്തെ ബോക്സത്തും തന്നിട്ടുണ്ട്. സെക്കൻഡ് ബോക്സിൽ എത്രയാണുള്ളത്? ഫസ്റ്റ് ബോക്സാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് ബോക്സിൽ എത്രയാണുള്ളത്? 1 2 3 4. 4 ഉണ്ട്, പിന്നെ 44 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്ന് ഇത് മൈനസ് ചെയ്താൽ ഇത് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 44 മൈനസ് 4 എത്രയാണ്? ഈസ് ഈക്വൽ ടു 40. 40. അപ്പം 40 പ്ലസ് 4 എത്രയാണ്? 44. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി അടുത്തത് നമുക്കിവിടെ 36 ആണ് തന്നത്. 36 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എത്രയാണ് തന്നത്? 1 2 3 4 5 6 തന്നിട്ടുണ്ട്. നമുക്ക് ഇത് കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ ഉള്ളത്, അതായത് ഇവിടെ ഉള്ളത് തന്നിട്ടില്ല, ഏതെങ്കിലും ഒരു കോളം തന്നിട്ടുമില്ല, ഇവിടെ ഉള്ളത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈക്വൽ ടുവിൻ്റെ ഈ ഭാഗത്തുള്ളതിന്ന് ഈ ഭാഗത്തുള്ളതിനെ മൈനസ് ചെയ്താൽ നമുക്ക് ഇവിടെ തരാത്ത കോളത്തിലുള്ളത് കിട്ടും. ഇനി ഇത് തന്നിട്ടുണ്ട്, ഇതും തന്നിട്ടുണ്ട്. ഇത് തന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് കിട്ടും. ഇനി ഇതും തന്നിട്ടുണ്ട്, ഇത് തന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറഞ്ഞു നോക്കിയേ. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ ഇത് കിട്ടും. അപ്പോൾ ആദ്യം എത്ര എഴുതുക? 36 എന്ന് എഴുതുക. 36 മൈനസ് ഇവിടെ എത്രയാണുള്ളത്? 1 2 3 4 5 6. അപ്പം 6. 36 മൈനസ് 6 എത്രയാണ്? ഓക്കെ, 30 ഈസ് ഈക്വൽ ടു 30 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എത്രയൊക്കെയാണ് കിട്ടിയത്? ഇവിടെ നമുക്ക് 34 ആണ് കിട്ടിയത്. ഇവിടെ നമുക്ക് എത്ര കിട്ടി? 10ഉം 4ഉം 14 കിട്ടി. ഇവിടെ എത്ര കിട്ടി? 3 കിട്ടി, 23. പിന്നെ ഇവിടെ എത്ര കിട്ടി? 40 കിട്ടി. പിന്നെ ഇവിടെയോ? ഇവിടെ 30ഉം കിട്ടി. ഇനി നിങ്ങളോട് പറയാണ്, റൈറ്റ് ദി നമ്പേഴ്സ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ എഴുതാനാണ് പറയുന്നത്. അപ്പം ഇതിൽ നമുക്ക് ചെറുത് ഏതാണ്? ഏറ്റവും ചെറുത് ഏതാണ്? 14 അല്ലേ? 14 അല്ലേ ഏറ്റവും ചെറുത്? അപ്പോൾ നമുക്ക് ഫസ്റ്റ് 14 എന്ന് എഴുതാം. ഇനി അടുത്തത് ഏതാണ് ചെറുതായിട്ടുള്ളത്? അടുത്തത് ചെറുതായിട്ടുള്ളത് 23 ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തതിൽ നമുക്ക് എന്ത് ചെയ്താം? 23 എന്ന് എഴുതാം. 23 എന്ന് എഴുതാം. പിന്നെ ഏതാണ് ചെറുതായിട്ടുള്ളത്? 14 പറഞ്ഞു, 23 പറഞ്ഞു. 23 അതായത് ചെറുതെന്ന് വലുതിലേക്ക് എഴുതാനാണ് പറയുന്നത്. അപ്പം ഏറ്റവും ചെറുത് 14 ആണ്. 14നേക്കാളും കുറച്ച് കൂടിയതാണേത്? 23. അടുത്തത് 23നേക്കാളും കുറച്ച് കൂടിയതാണേത്? 34 ആണോ 36 ആണോ? 34. ഓക്കെ. അപ്പം 34. ഇനി 34നേക്കാളും കൂടിയതാണേത്? 36. അടുത്തത് 36നേക്കാളും കൂടിയത് ഏതാണ്? 44. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 14 ആണ് ഏറ്റവും ചെറുത്, അതിനേക്കാളും വലുത് 23, 23നേക്കാളും വലുത് 34, 34നേക്കാളും വലുത് 36, 36നേക്കാളും വലുത് 44. അടുത്തത് ഹൂ ആം ഐ, ഞാൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഫൈൻഡ് മീ ആൻഡ് റൈറ്റ് ഓൺ ഫ്ലവർ പോട്ട്. അപ്പോൾ ഞാൻ ആരാണെന്ന് കണ്ടെത്തിയിട്ട് ഫ്ലവർ പോട്ടിൽ എഴുതാനാണ് പറയുന്നത്. റൈറ്റ് അബൌട്ട് മീ ഓൺ ഫ്ലവർ ഓൾസോ, പൂക്കളിലും എന്നെ കുറിച്ചിട്ട് എഴുതണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് എന്താണ്? 4 ലെസ് ദാൻ 36. ഞാൻ ആരാണ്? 4 ലെസ് ദാൻ 36. 36 എന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ എന്നാണ് പറയുന്നത്. അപ്പം 36 എന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? നിങ്ങൾ പറഞ്ഞു നോക്കിയേ. 32 ആണ് അല്ലേ? അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്താം? 32.
ഇനി അടുത്തത് പറയുകയാണ് ബിറ്റ്വീൻ 31 ആൻഡ് 33. 31ൻ്റെയും 33ൻ്റെയും ഇടയിലുള്ള നമ്പറാണ് ഞാൻ എന്നാണ് പറയുന്നത്. 31ൻ്റെയും അതുപോലെ തന്നെ 33ൻ്റെയും ഇടയിലുള്ള നമ്പറാണെന്നാണ് പറയുന്നത്. 31-33. അപ്പോൾ എത്രയാണ് ആൻസർ വരിക? അവിടെ 32 ആണ്. 31ൻ്റെയും 33ൻ്റെ ഇടയിലുള്ള നമ്പർ ഏതാണ്? 32 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 32. ഇനി അടുത്തത് പറയുകയാണ് 2 more than 30. 30നേക്കാളും എനിക്ക് രണ്ട് നമ്പേഴ്സ് കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പം 30നേക്കാളും രണ്ട് നമ്പേഴ്സ് എന്ന് പറയുമ്പം 30 + 2 എത്രയാണ്? 32. അടുത്തത് 10 + 2 ആണ് ഞാൻ എന്നാണ് പറയുന്നത്. അപ്പം 10 + 10 എത്രയാണ്? 20 + 10 എത്രയാണ്? 30 + 2 എത്രയാണ്? 32. അപ്പം 32 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താം? 32. അപ്പോൾ ആൻസർ എന്താണ്? ഫൈനൽ ആൻസർ എന്താണ്? 32. ഇതിൻ്റെ ആൻസർ 32 ആണ്. ഇതിൻ്റെ ആൻസറും 32 ആണ്. ഇതിൻ്റെ ആൻസറും 32 ആണ്. ഇതും 32 ആണ്. അപ്പോൾ എന്താണ്? 32 ആണ് ആൻസർ. ആക്ടിവിറ്റി 4 ലെറ്റ്സ് ഫൈൻഡ് റൈറ്റ് ദി മിസ്സിംഗ് നമ്പേഴ്സ്. ഇവിടെ മിസ്സായിട്ടുള്ള നമ്പേഴ്സ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സാണുള്ളത്? 99 ഉണ്ട്, അതുപോലെ തന്നെ 99 ഉണ്ട്, 100 ഉണ്ട്, 101 ഉണ്ട്, 99, 100, 101. ഇനി ഇതിലെന്താ വരിക? ഇവിടെ 121 ആണുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? 120 വരും. 120 വരും. 120 120 വരും. 120 വരും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നത് എന്താണ്? 121 ആണ്. അപ്പോൾ ഈ 12 നമ്മൾ അതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് ഈ 1 എന്നുള്ളിടത്ത് 1ൻ്റെ നേരെ താഴെയുള്ള സംഖ്യ ഏതാണ്? 0 അല്ലേ? 0 എന്ന് എഴുതുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞു നോക്കിയേ, ഈ ഭാഗത്ത് നമ്മൾ എന്താ എഴുതുക? 121. അപ്പോൾ 121 ഈ ലാസ്റ്റുള്ള 1ൻ്റെ സ്ഥാനത്ത് നമ്മൾ അടുത്ത നമ്പർ എഴുതുക. ഏതാണ്? 1 കഴിഞ്ഞാൽ ഏതാണ്? 2 ആണ്. അപ്പം 1 2 അതുപോലെ തന്നെ എഴുതുക. പിന്നെ ഇവിടെ എന്ത് ചെയ്താൽ 2 എഴുതുക. 1 കഴിഞ്ഞാൽ എത്രയാണ്? 2 അല്ലേ? അപ്പോൾ 1 2 2 എന്ന് എഴുതുക. അപ്പം 120 120 121 122 ആയി. ഇനി അടുത്തതാണ് നമുക്ക് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 150 151 തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമ്പർ ഏതാണ്? 150ൻ്റെ നേരെ മുന്നുള്ള നമ്പർ ഏതാണ്? 150 - 1 എത്രയാണ്? 150 - 1 എത്രയാണ്? നിങ്ങൾ പറഞ്ഞു നോക്കിയേ. 149 ആണ് അല്ലേ? ഓക്കെ. 150 - 1 എന്ന് പറഞ്ഞാൽ 149 ആണ് വരിക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്താം? 149 എന്ന് എഴുതാം. ഇനി അടുത്തത് ലെറ്റ്സ് കംപ്ലീറ്റ് ഇറ്റ്. ഇത് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് എന്താ തന്നത്? 110 തന്നിട്ടുണ്ട്. 110 തന്നിട്ടുണ്ട്. അടുത്തത് എന്താ തന്നത്? 120 ആണ് തന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 120 - 110 ചെയ്യുക. അപ്പോൾ എത്രയാണ് ഡിഫറൻസ് വരിക? 10 ആണ് വരിക. അതായത് 120 നിന്ന് 110 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 10 ആണ്. അതുപോലെ തന്നെ 130 നിന്ന് 120 കുറച്ചാൽ എത്രയാണ്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. 130 നിന്ന് 130 നിന്ന് 120 മൈനസ് ചെയ്താൽ എത്രയാണ്? 10 ആണ്. അപ്പോൾ അടുത്ത നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 130 ആയിട്ട് 130 + 10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അടുത്ത നമ്പർ കിട്ടും. അപ്പോൾ എത്രയാണ് വരിക? 140 140. അടുത്തത് 140 ആയിട്ട് 140 + 10 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 140 ഇവിടെ കിട്ടി, 140 ഇവിടെ കിട്ടി. ഇനി 140 + 10 എത്രയാണ്? 150 ആണ്. 150. അടുത്തത് അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ പ്ലസ് ചെയ്ത് പോവുകയാണ് വേണ്ടത്. ഇനി സെക്കൻഡിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 160 10 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 160 - 150 എത്രയാണ് നമുക്ക് കിട്ടുക? = 10 ആണ് കിട്ടുക. അപ്പോൾ 160 150 പോയി കഴിഞ്ഞാൽ അല്ല 160 10 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 160 - 10 എത്രയാണ്?
150. ഇനി 150 മൈനസ് 10 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 140. ഇനി 140 10 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 10 ഇങ്ങനെ കുറച്ച് കൊടുക്കുക. എത്രയാണ് വരിക? 130. അടുത്തത് 130 10 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 120 ആണ് വരിക. അപ്പോൾ ഇവിടെ 130 പിന്നെ 120 ആണ് വരുന്നത്. ഇനി അടുത്തതാണ് ആക്ടിവിറ്റി 5 ലെറ്റ്സ് ഡ്രോ. നിങ്ങളോട് വരക്കാനാണ് പറയുന്നത്. ലെറ്റ്സ് ഡ്രോ ദി മാച്ചിങ് വൺസ്. മാച്ചായിട്ടുള്ളത് വരക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഷേപ്പ് തന്നിട്ടുണ്ട്. ആ ഷേപ്പിന് മാച്ചായിട്ടുള്ളത് വരക്കാനാണ് പറയുന്നത്. അപ്പം ഇത് കണ്ട നിങ്ങൾ, ഇതെന്തിന് മാച്ചാണ്? ഇത് ഈ ബോളിന് മാച്ചാണ്. ഇതെന്തിന് മാച്ചാണ്? ഇത് ഈ ബിസ്ക്കറ്റിന്. ഇത് സർക്കിളാണ്, സർക്കിൾ ബോളിന് മാച്ചാണ്. അതുപോലെ തന്നെ ഇത് ട്രയാങ്കിളാണ്, അല്ല ഇത് റെക്റ്റാങ്കിളാണ്, ഈ റെക്റ്റാങ്കിൾ ഈ ബിസ്ക്കറ്റിന് മാച്ചാണ്. അതുപോലെ തന്നെ ഇത് സിലിണ്ടറാണ്, സിലിണ്ടർ ഇതിന് ഈ കോർക്കിന് മാച്ചാണ്. അടുത്തത് ഹൂ ഈസ് നെക്സ്റ്റ്. ഏതാണ് അടുത്തതായിട്ട് വരിക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് ഫിഗറിൽ കണ്ടോ, ഇവിടെയുള്ള ഈ ട്രയാങ്കിൾ ഏത് മൂലയിലാണ്? റൈറ്റ് ലോവർ, അതായത് അല്ല ലെഫ്റ്റ് ലോവറിലാണ്. ഇടത് ഭാഗത്ത് താഴെയാണ് വരുന്നത്. ഇതാണെന്നുണ്ടെങ്കിലോ ഇടത് ഭാഗത്ത് മേലെയാണ് വരുന്നത്. ഇനി അടുത്തത് ഇത് നോക്കാം. ഇതെവിടെയാണ് വരുന്നത്? വലത് ഭാഗത്ത് മേലെയാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ മേലെയാണ് വരുന്നത്. ഇനി അടുത്തത് എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ നോക്കൂ, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ഭാഗത്ത് താഴെയും വന്നു മേലെയും വന്നു. പക്ഷേ ഈ ഒരു വലത് ഭാഗത്ത് മേലെ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി എന്ത് വരാനുണ്ട്? താഴെ വരാനുണ്ട്. അപ്പോൾ ആൻസർ എന്താണ്? ഡി ആണ് ആൻസർ. ആൻസർ എന്താണ്? ഡി ആണ് ആൻസർ.